ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസ്. ഞാൻ സൂരജ് കോടിയേരി. അപ്പോ നമ്മള് HSA ഒക്കെ പഠിച്ച് പ്രിപ്പറേഷൻ ആരംഭിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നമ്മളെ എക്സാമിനോട് അടുക്കുകയാണ്. അപ്പോ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സൈലം ടീച്ചിങ് എക്സാംസ് HSAയുടെ രണ്ടാമത്തെ ബാച്ച്, സോഷ്യൽ സയൻസിന്റെ ബാച്ച് ഇത് ആരംഭിക്കുകയാണ്. നമ്മുടെ മെയ് 12-ാം തീയതിയാണ് നമ്മുടെ ബാച്ച് ആരംഭിക്കുന്നത്. അതുപോലെ ഈ കോഴ്സിന്റെ ഫീ എന്ന് പറയുന്നത്, അതായത് എക്സാം വരെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ മുഴുവൻ സബ്ജക്റ്റുകളും നമ്മൾ കവർ ചെയ്യുന്നതാണ്. സോഷ്യൽ സയൻസിൽ വരുന്ന എല്ലാ ടോപ്പിക്സുകളും എല്ലാ മൊഡ്യൂൾസുകളും നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ 4000 രൂപയാണ് കോഴ്സ് ഫീ വരുന്നത്. മെയ് 12-നാണ് ആരംഭിക്കുന്നത്. അപ്പൊ HSAയുടെ പ്രിപ്പറേഷൻ ഒന്നുകൂടി മാറ്റുകൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഞാനും ഉണ്ടാകും. ജോഗ്രഫി കൈകാര്യം ചെയ്യുന്നത് ഞാനും എബിൻ സാറും ആയിരിക്കും. അപ്പോ ജോഗ്രഫിയിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്, സിലബസ് എങ്ങനെയാണ് എന്നൊന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഒരു ചെറിയൊരു ടോപ്പിക് എടുത്തിട്ട് ജോഗ്രഫി എങ്ങനെയാണ് ക്ലാസ്സസ് സൈലത്തിൽ പോകുന്നത് എന്നുള്ള കാര്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, അപ്പോ മൊഡ്യൂൾ 7-ൽ നമുക്ക് സോളാർ സിസ്റ്റം, അതായത് ജോഗ്രഫി, വേൾഡ് ജോഗ്രഫിയുടെ ബേസിക്സ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. സോളാർ സിസ്റ്റം ആൻഡ് പ്ലാനറ്റ്സ്, തീർച്ചയായും നമ്മുടെ സൗരയൂഥവും പ്ലാനറ്റ്സുകൾ, 8 പ്ലാനറ്റ്സുകളെ കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കണം. ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ്, ഭൂമിയിലേക്ക് വരികയാണ്. ഭൂമിയുടെ അക്ഷാംശ രേഖാംശങ്ങളൊക്കെ നമ്മൾ പഠിക്കും. പിന്നെ ടൈം, സീസൺസ്, ഭൂമിയുടെ ചെരിവ് കാരണം ഉണ്ടാകുന്ന പല കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ പഠിക്കും. പിന്നെ മാപ്സ്, അതുപോലെ മാപ്പ് സ്കെയിൽസ്, പല തരത്തിലുള്ള ധാരാതലീയ ഭൂപടങ്ങൾ, ഇങ്ങനെയുള്ള പല മാപ്പുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. തീമാറ്റിക് മാപ്സുകൾ ഉണ്ട്. മാപ്സുകളെ കുറിച്ച് അവിടെ വളരെ വ്യക്തമായിട്ട് നമ്മുടെ എബിൻ സാറൊക്കെ ഡിസ്കസ് ചെയ്യും. ഇനി ബേസിക്സ് ഓഫ് റിമോട്ട് സെൻസിങ്, റിമോട്ട് സെൻസിങ് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. ഇപ്പോ നമ്മുടെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സിലബസ് തന്നെ നമ്മുടെ HSA എക്സാമിന് സോഷ്യൽ സയൻസിന് ഉണ്ട് ജോഗ്രഫിയിൽ. ഇപ്പൊ സ്വാഭാവികമായിട്ടും ടോപ്പിക്കുകൾ ഓരോന്നായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ഇനി നമ്മുടെ എർത്തിന്റെ ഏറ്റവും ബേസിക്സ് ആയിട്ടുള്ള സ്ട്രക്ചർ ഓഫ് എർത്തിൽ നിന്ന് നമ്മൾ ആരംഭിക്കും. അതിനുശേഷം നമ്മൾ ഭൂഖണ്ഡങ്ങളും സമുദ്രങ്ങളും, ഓഷ്യൻസും കോണ്ടിനെന്റ്സിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ അതിനുശേഷം ഈ ഭൂഖണ്ഡങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന കുറച്ച് തിയറീസ്, കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി, അതുപോലെ പ്ലേറ്റ് ടെക്ടോണിക്സ് തുടങ്ങിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം തീർച്ചയായും നമ്മൾ ഭൂമിയുടെ തൊട്ട് ഇന്റീരിയറിൽ എന്താണ് നടക്കുന്നതെന്നാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് ശിലകൾ എങ്ങനെയാണ് ഉണ്ടായത്, ഏതൊക്കെ ടൈപ്പ് ശിലകളുണ്ട്, ഇതിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്, ഇന്ത്യയിലുള്ള ശിലകൾ ഏതൊക്കെയാണ് എന്ന് ഇന്ത്യൻ ജോഗ്രഫിയിൽ നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കും. പിന്നെ ഈ ശിലകൾക്ക് തീർച്ചയായും വെതറിങ് സംഭവിക്കും, അഥവാ അപരദന, ഇറോഷൻ അപരദനം സംഭവിക്കും. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ ഫ്ലൂവിയൽ, ഗ്ലേഷ്യൽ, ഇയോലിയൻ ലാൻഡ് ഫോംസുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. എന്ന് വെച്ചാൽ ഭൂരൂപങ്ങൾ. ഈ ഫ്ലൂവിയൽ ഭൂരൂപം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൂവിയൽ നദികൾ ഉണ്ടാക്കുന്ന ഭൂരൂപങ്ങളാണ് ഫ്ലൂവിയൽ ലാൻഡ് ഫോം. ഗ്ലേഷ്യൽ ലാൻഡ് ഫോം എന്ന് പറയുമ്പോൾ ഗ്ലേഷ്യർ, ഹിമാനി ഉണ്ടാക്കുന്ന ഭൂരൂപങ്ങൾ. ഇയോലിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻഡ് അഥവാ കാറ്റ് ഉണ്ടാക്കുന്ന ഭൂരൂപങ്ങളാണ്. അപ്പോ ഇതൊക്കെ നമ്മൾ പഠിക്കും. അതിനുശേഷം നമ്മൾ അന്തരീക്ഷത്തിലേക്ക് കയറും. അന്തരീക്ഷം ആദ്യം നമ്മൾ കോമ്പോസിഷനും സ്ട്രക്ചർ ഒക്കെ പറയും. ഏതൊക്കെ ലെയർ ഉണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ട്രോപ്പോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ, അതുപോലെ മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, അതിനുള്ളിൽ തന്നെ അയണോസ്ഫിയർ, ഇതിന്റെയൊക്കെ സ്വഭാവവും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. അതിനുശേഷം നമ്മൾ തീർച്ചയായും ടെമ്പറേച്ചർ ആൻഡ് ദെയർ ഡിസ്ട്രിബ്യൂഷൻ, അതായത് അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, താപനില ഓരോ സ്ഥലത്തും എങ്ങനെയാണ്, ഈ താപനിലയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അതായത് ടെമ്പറേച്ചർ മുകളിലോട്ട് പോകുമ്പോൾ താപനില എന്താ ചെയ്യുക, കുറയാണ് ചെയ്യുക, തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം നമ്മൾ പ്രഷർ ബെൽറ്റുകൾ താപനില പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ മർദ്ദമേഖലകൾ പഠിക്കണം കാരണം എന്താ, താപനില കൂടിക്കഴിഞ്ഞാൽ അവിടെ അപ്പൊ തന്നെ മർദ്ദം കുറയും. താപനില കുറഞ്ഞു കഴിഞ്ഞാൽ മർദ്ദം അപ്പൊ തന്നെ കൂടും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, വിപരീത അനുപാതമാണ് അപ്പോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ പഠിക്കും. ഇനി കാറ്റുകളെ കുറിച്ച്, മർദ്ദ വ്യത്യാസം വന്നാൽ എന്ത് സംഭവിക്കും, മർദ്ദം കൂടിയ സ്ഥലം, മർദ്ദം കുറഞ്ഞ സ്ഥലം, മർദ്ദം കൂടിയ സ്ഥലത്തുനിന്ന് മർദ്ദം കുറഞ്ഞ സ്ഥലത്തേക്ക് വായു പ്രവഹിക്കും. ഇതിനെയാണ് ഹൈ പ്രഷറിന് ലോ പ്രഷറിലേക്ക് എപ്പോഴും വായു സഞ്ചരിക്കും. ഇതിനെയാണ് നമ്മൾ കാറ്റ് എന്ന് പറയുന്നത്. സെറ്റല്ലേ? അതിനുശേഷം നമ്മൾ മഴയെ കുറിച്ച്, കാറ്റ് വന്നു കാറ്റ് വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ മഴ പെയ്യും കണ്ടൻസേഷൻ, പ്രസിപ്പിറ്റേഷൻ തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കും. മഴയെ കുറിച്ചും വർഷണത്തിന്റെ പല രീതികൾ, മഴ, മഞ്ഞ്, ആലിപ്പഴം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കും. പിന്നെ നമ്മൾ സമുദ്രങ്ങളെ കുറിച്ചും സമുദ്രവുമായി ബന്ധപ്പെട്ട തിരമാലകളും
സമുദ്രജല പ്രവാഹങ്ങളെ കുറിച്ചുമായിരിക്കും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മൊഡ്യൂൾ 7-ൽ ഡിസ്കസ് ചെയ്യും. എന്റെ ഏരിയ എന്ന് പറയുന്നത് മൊഡ്യൂൾ 8 ആണ്. ഈ മൊഡ്യൂൾ 8-ൽ വരുന്നത് ഹ്യൂമൻ ആൻഡ് റീജിയണൽ ജോഗ്രഫി ആണ്. ഇത് കൂടുതലും ഞാൻ തന്നെയായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഹ്യൂമൻ ആൻഡ് റീജിയണൽ ജോഗ്രഫിയിൽ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്തൊക്കെയാണോ വേൾഡ് ജോഗ്രഫിയിൽ, ഫിസിക്കൽ ജോഗ്രഫി ആണല്ലേ ഇത്, ലോകത്തിന്റെ ഫിസിക്കൽ ജോഗ്രഫിയിൽ പഠിച്ച അതേ കാര്യങ്ങൾ ഇന്ത്യൻ പെർസ്പെക്റ്റിൽ പഠിക്കും. അതാണ് റീജിയണൽ ജോഗ്രഫി. അതായത് ഇപ്പോ നമ്മൾ കാറ്റുകളെ കുറിച്ച് എങ്ങനെയാ ഉണ്ടാവുന്നത്, എന്താണ് എന്നൊക്കെ ഇവിടെ പഠിച്ചു. അപ്പൊ ആ കാറ്റുകൾ, ഇന്ത്യയിലുള്ള കാറ്റുകളെ കുറിച്ച് ഞാൻ പഠിപ്പിച്ചു തരും. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി അതേപോലെ നമ്മളിതാ ഇവിടെ പല ലാൻഡ് ഫോമുകൾ, ഭൂരൂപങ്ങൾ പലതും പഠിച്ചു അല്ലെ? അപ്പോ ഇന്ത്യയിലുള്ള ഭൂരൂപങ്ങളെ കുറിച്ച്, ഭൂവിഭാഗങ്ങളെ കുറിച്ച് ഞാൻ പഠിപ്പിച്ചു തരും. മനസ്സിലായില്ലേ? അപ്പൊ റീജിയണൽ ജോഗ്രഫി അങ്ങനെ കവർ ചെയ്യും. അതിന്റെ കൂടെ ഞാൻ കുറച്ച് ഹ്യൂമൻ ജോഗ്രഫി എന്ന് വെച്ചാൽ എന്താ, കാണാനോ അല്ലാത്ത ഹ്യൂമൻസുമായി ബന്ധപ്പെട്ട ജോഗ്രഫി. ഇപ്പോ പൊളിറ്റിക്കൽ ബോർഡേഴ്സ്, ഇന്റർനാഷണൽ ബോർഡേഴ്സ്, ഇതൊക്കെ നമ്മളല്ലേ വരച്ചേ, നാച്ചുറൽ അല്ലല്ലോ. ഇപ്പൊ നാച്ചുറൽ അല്ലാത്ത കാര്യങ്ങളെയാണ് നമ്മൾ ഹ്യൂമൻ ജോഗ്രഫി എന്ന് പറയുന്നത്. ഹ്യൂമൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത് വരും ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്ടുകൾ ഇല്ലേ, അതുപോലെ താപവൈദ്യുത നിലയങ്ങൾ, ഇതൊക്കെ നമ്മളല്ലേ ഉണ്ടാക്കിയേ. കൃഷി നമ്മളല്ലേ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്, അതായത് പല സർവീസ് മേഖലകൾ പലതും അല്ലെ, അഗ്രികൾച്ചർ ആയിക്കോട്ടെ, മിനറൽസ് കൊണ്ട് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രീസുകൾ ആയിക്കോട്ടെ, ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ ഹ്യൂമൻ ജോഗ്രഫിയിലാണ് പഠിക്കുക. അതും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോ പോപ്പുലേഷൻ, യെസ്, ഇതിൽ പോപ്പുലേഷൻ വരും, ജനസംഖ്യ, അത് ലോകത്തിലെ പോപ്പുലേഷൻ, അതിന്റെ ഗ്രോത്ത്, അതുപോലെ മൈഗ്രേഷൻ, ദേശാടനം ചെയ്യുന്ന ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കുടിയേറ്റം ചെയ്യുന്നത്, സെറ്റിൽമെന്റ്സ്, പല ടൈപ്പിലുള്ള സെറ്റിൽമെന്റ്സ്, റൂറൽ, അർബൻ സെറ്റിൽമെന്റ്സ് ഒക്കെ പഠിക്കും. അതിനുശേഷം നമ്മൾ ക്ലൈമറ്റിക് റീജിയൻസ്, പലതരത്തിലുള്ള കാലാവസ്ഥാ മേഖലകൾ, കോപ്പൻ ക്ലാസിഫിക്കേഷൻ എന്നൊക്കെ, അല്ലെങ്കിൽ കേപ്പൻ ക്ലാസിഫിക്കേഷൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിനുശേഷം ടൈപ്സ് ഓഫ് അഗ്രികൾച്ചർ ഇൻ ദ വേൾഡ്, ലോകത്തിലെ പ്രധാനപ്പെട്ട കൃഷി രീതികൾ, അതിന്റെ സമ്പ്രദായങ്ങൾ. ഇനി കണ്ടില്ലേ, എല്ലാം ഹ്യൂമൻ ജോഗ്രഫിയാണ്, മനുഷ്യനുമായി ബന്ധപ്പെട്ട അല്ലെ. ഇനി ഇരുമ്പിന്റെയും കോളിന്റെയും, അതായത് ഇരുമ്പിന്റെയും കൽക്കരിയുടെയും ഡിസ്ട്രിബ്യൂഷൻ ലോകത്ത് എവിടെയൊക്കെയാണ്, അതുപോലെ പലതരത്തിലുള്ള വ്യാവസായിക ശാലകൾ, ഇൻഡസ്ട്രീസിന്റെ ഡിസ്ട്രിബ്യൂഷൻ പല സ്ഥലങ്ങളിലും എങ്ങനെയാണ്, പ്രത്യേകിച്ച് അയൺ ആൻഡ് സ്റ്റീല് അല്ലെ, ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ, അതുപോലെ കോട്ടൺ ടെക്സ്റ്റൈൽസുകൾ എന്ന് വെച്ചാൽ നമ്മുടെ ടെക്സ്റ്റൈൽ, തുണി മില്ല് വ്യവസായങ്ങൾ ഒക്കെയാണ് നമ്മൾ ഹ്യൂമൻ ജോഗ്രഫി പാർട്ടിൽ പറയുന്നത്. അതിനുശേഷം ഞാൻ ഫിസിയോഗ്രഫി ഓഫ് ഇന്ത്യ ഡിസ്കസ് ചെയ്യും. ഇതിൽ നമ്മൾ ഭൂവിഭാഗങ്ങൾ പറയും ഇന്ത്യയുടെ. പിന്നെ ഡ്രെയിനേജ് എന്ന് വെച്ചാൽ എന്താ, നദികൾ ഡിസ്കസ് ചെയ്യും. പിന്നെ കാലാവസ്ഥ, മണ്ണ്, അതുപോലെ വെജിറ്റേഷൻ എന്ന് വെച്ചാൽ വനം. ഇനി ഡിസ്ട്രിബ്യൂഷൻ, ഗ്രോത്ത് ആൻഡ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഇൻ ഇന്ത്യ, ഇന്ത്യയുടെ ജനസംഖ്യ, പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ പറയും. അതിനുശേഷം നമ്മൾ അഗ്രികൾച്ചർ അഥവാ കൃഷിയിലേക്ക് പോകും അല്ലെ. നെല്ല്, ഗോതമ്പ്, പരുത്തി, അതുപോലെ കരിമ്പിന്റെയൊക്കെ ഉൽപാദനം എങ്ങനെയാണ് ഇന്ത്യയിൽ എന്ന് നമ്മൾ പറയും. അതിനുശേഷം ഞാൻ ഇറിഗേഷൻ, മൾട്ടിപർപ്പസ് പ്രോജക്റ്റുകൾ, പലതരത്തിലുള്ള ഡാമുകൾ ഉണ്ടല്ലോ ഇന്ത്യയിൽ, ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റുകൾ, അപ്പൊ അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി അതിനുശേഷം നമ്മൾ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് ശാലകളും, ഇരുമ്പ് ഖനികളും, അതുപോലെ കോള്, കൽക്കരി ഖനികളും, ബോക്സൈറ്റ്, മൈക്ക, അതായത് പ്രധാനപ്പെട്ട എല്ലാ തരത്തിലുള്ള മിനറൽസിന്റെയും ഈ പറഞ്ഞ ഖനികൾ നമ്മൾ എവിടെയാണെന്ന് നോക്കും. അതിനുശേഷം എനർജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നോൺ കൺവെൻഷണൽ എനർജി റിസോഴ്സസ് ഏതൊക്കെയാണ് അല്ലെ, ഏതൊക്കെയാണ് നമ്മുടെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റുകൾ, കാറ്റാടിപ്പാടങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ അയൺ, സ്റ്റീൽ, ടെക്സ്റ്റൈൽ, അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസിനെ കുറിച്ച്, എന്ന് വെച്ചാൽ ഇരുമ്പുരുക്ക് ശാലകൾ, നമ്മൾ ബൊക്കാറോ, ഭിലായ് എല്ലാം നമ്മൾ അറിയുന്ന കുറെയൊക്കെ കാര്യങ്ങളാണ്. നമ്മളെല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നു എന്ന് മാത്രം. അല്ലാതെ നിങ്ങൾ ഇത്രയും വലിയ സിലബസ് കണ്ട് പേടിക്കൊന്നും വേണ്ട. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ച് പോകുക തന്നെ ചെയ്യും. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇന്ത്യയുടെ ഗതാഗതവും, ഏറ്റവും അവസാനം കേരള ജോഗ്രഫിയിലുള്ള ഈ പറഞ്ഞ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് 2 മൊഡ്യൂൾസുകളായിട്ടാണ് നമ്മുടെ ജോഗ്രഫി സബ്ജക്ട് കാണാൻ പറ്റുക. ഓക്കെ, അപ്പോ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ കോഴ്സിന് ചേരുക. ഓക്കെ, മെയ് 12-നാണ് നമ്മുടെ ബാച്ച് ആരംഭിക്കുന്നത്. ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ടോപ്പിക്കിലേക്കും നമ്മൾ കടന്നു ചെല്ലും. ഓക്കെ, അങ്ങനെ സിലബസ് നമ്മൾ കവർ ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് റിവിഷൻ, ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ കൂടെ തന്നെ പല മോക്ക് ടെസ്റ്റുകളും, അതായത്
റിവിഷൻ പ്രോഗ്രാംസുകളും ഞാൻ തന്നെ വീഡിയോസിലൂടെ ചെയ്യുന്നതാണ്. അപ്പൊ മറക്കരുത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് ഞാൻ വരുവാണ്. എങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സസ് പോകുന്നത്? ഓക്കെ, ഇന്ന് ഞാൻ ഒരു ചെറിയൊരു ഭാഗം ഡിസ്കസ് ചെയ്യാൻ പോവാണ്. നോക്കിയേ, എന്താ ഇത്? ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്നുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. എന്താണിത്? ഇന്ത്യ കാണാൻ പറ്റുന്നുണ്ടല്ലേ? തീർച്ചയായും ഇന്ത്യ ഉണ്ട്. ഇന്ത്യ മാത്രമേ ഇവിടെ ഉള്ളോ? ഇന്ത്യ മാത്രമേ ഇവിടെ ഉള്ളോ? അല്ല, ഇന്ത്യയുടെ കൂടെ മറ്റാരൊക്കെയോ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും അല്ലെ? മറ്റേതൊക്കെയോ രാജ്യങ്ങൾ കൂടി ഇന്ത്യയുടെ കൂടെ ഇവിടെ ഉണ്ട്. ഏതാണ് മറ്റു രാജ്യങ്ങൾ? ഇതിൽ ആരൊക്കെയുണ്ട്? ഇന്ത്യ മാത്രമല്ല അല്ലെ? പാകിസ്ഥാൻ ഉണ്ട്, അതുപോലെ നേപ്പാൾ ഉണ്ട്, ഇവിടെ ഭൂട്ടാനും ഇവിടെ ബംഗ്ലാദേശും ഉണ്ട്. ഇനി കടലിലായിട്ട് നമ്മുടെ ശ്രീലങ്കയുണ്ട്. ഇനി ഇവിടെ ആയിട്ട് നമ്മുടെ മാൽദീവ്സും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, മാലിദ്വീപും നമുക്ക് കാണാൻ പറ്റും. സെറ്റല്ലേ? അപ്പൊ ഇങ്ങനെ 7 രാജ്യങ്ങളുണ്ട് അല്ലെ? ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം. എന്താ വിളിക്കുക? ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നാണ് വിളിക്കുക, അഥവാ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്നാണ് പറയുക. അപ്പൊ എന്താണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം? എന്താണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം? നോക്കിയേ, എത്ര രാജ്യങ്ങളുണ്ട് ഇതില്? 7 രാജ്യങ്ങളുണ്ട് അല്ലെ? ഏതൊക്കെയാണ് ഈ രാജ്യങ്ങള്? നോക്കിയേ, ഇന്ത്യ ഉണ്ട്, പാകിസ്ഥാൻ ഉണ്ട്, നേപ്പാൾ ഉണ്ട്, മാപ്പിൽ നോക്കി പഠിച്ചേ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, കഴിഞ്ഞില്ല, കടലില് രണ്ടാമന്മാരുണ്ട്, ശ്രീലങ്കയും മാൽദീവ്സും. ചെറിയ രാജ്യം അല്ലെ മാൽദീവ്സ്? ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം. മാപ്പ് പോലും കാണാനില്ല, അത്രക്ക് ചെറുതാ. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുത്തിട്ട് മാർക്ക് ചെയ്തത്. മനസ്സിലായോ? അത്രയും ചെറിയ രാജ്യമായിട്ടുള്ള മാലിദ്വീപും നിങ്ങൾക്ക് ഇവിടെ തൊട്ടടുത്തായിട്ട് ഇന്ത്യയുടെ അടുത്ത് കാണാം. ഈ 7 രാജ്യങ്ങൾ ഉൾപ്പെട്ട ഈ പ്രദേശത്തെയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് വിളിക്കുന്നത്. പിടികിട്ടിയല്ലോ? ഇതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം. കൂട്ടത്തിലെ ഏറ്റവും വലുതാരാ ചെറുതാരാ എന്നൊക്കെ ചോദിച്ചാൽ എളുപ്പമാണ്. മാപ്പ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും വലുതാരാണ്? ഇന്ത്യയാണ്. അപ്പോ നേരെ നമ്മൾ ഇന്ത്യക്ക് നേരെ വലുത് എന്ന് എഴുതും. ഇനി കൂട്ടത്തിൽ ആരാ ചെറുത് എന്ന് ചോദിച്ചാൽ കണ്ണിൽ പോലും കാണാത്ത ഒരു രാജ്യം അല്ലെ? തെക്ക് ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. വളരെ ചെറിയ രാജ്യം, ഏറ്റവും ചെറുത് മാലിദ്വീപാണ്. ഓക്കെ, അപ്പൊ എന്റെ ചോദ്യം ഇതൊന്നുമല്ല. അപ്പൊ ഇതെങ്ങനെ പഠിക്കാം? ഈ 7 രാജ്യങ്ങളും എങ്ങനെ പഠിക്കാം? പഠിക്കാൻ ഓരോരോ മെത്തേഡ്സുകൾ ഉണ്ട്. നമ്മൾ സിലബസ് കവർ ചെയ്യുക എന്നുള്ളതിനുപരി നമ്മുടെ ക്ലാസ്സിൽ മെയിൻ ആയിട്ട് എങ്ങനെ പഠിക്കും, എങ്ങനെ ഓരോ ടോപ്പിക്കും അപ്രോച്ച് ചെയ്യും എന്നാണ് കൂടുതലും പഠിപ്പിച്ചു പോകുന്നത്. മനസ്സിലായില്ലേ? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽപ്പെട്ട രാജ്യങ്ങൾ നിങ്ങൾ 7 എണ്ണം കണ്ടു. ഈ മാപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതെങ്ങനെ ഓർമ്മിച്ചു വെക്കുക? 7 എണ്ണൊക്കെ ഓർമ്മിച്ചു വെക്കാൻ ബുദ്ധിമുട്ടല്ലേ? ചൈനയും അഫ്ഗാനിസ്ഥാനൊക്കെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അതും കുത്തിപ്പോവും. എങ്ങനെ ഓർത്തു വെക്കാം? ഇതിൽ ആരൊക്കെ ഇല്ലാന്ന് ഓർത്തു വെച്ചാൽ മതി. ആരൊക്കെ ഇതിലില്ല? ചൈനയുണ്ടോ? ഇല്ല. അഫ്ഗാനിസ്ഥാൻ ഉണ്ടോ? ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള ചൈന ഇല്ല, അഫ്ഗാനിസ്ഥാൻ ഇല്ല, ഒരു രാജ്യം കൂടി ഇല്ല. ആരാ? ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ള മ്യാൻമാറും ഇല്ല. അപ്പൊ ഈ 3 രാജ്യങ്ങളും ഇല്ല എന്ന് ഓർത്തു വെച്ചാൽ മതി ഈ 7 എണ്ണം പഠിക്കുന്നതിന് കാളും എളുപ്പത്തിൽ. സോ ദിസ് ഇസ് വാട്ട് വി കോൾ സ്മാർട്ട് ലേണിംഗ്. സ്മാർട്ട് ആയിട്ട് പഠിക്കുക. 7 എണ്ണം പഠിക്കുന്നതിന് പകരം എന്ത് പഠിക്കുക? ഇന്ത്യയുടെ ചുറ്റുമുള്ള എല്ലാ അയൽ രാജ്യങ്ങളും എക്സെപ്റ്റ് ചൈന, അഫ്ഗാനിസ്ഥാൻ, മ്യാൻമാർ. നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി സ്വാഭാവികമായിട്ടും നമ്മുടെ കമ്മീഷൻ എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇവന്മാരെ ഓപ്ഷനിൽ കയറ്റും. പക്ഷെ ഇവന്മാരുണ്ടോ? ഇല്ല. ചൈനയില്ല, അഫ്ഗാനിസ്ഥാൻ ഇല്ല, ചൈനയില്ല, അപ്പുറം അഫ്ഗാനിസ്ഥാൻ ഇല്ല, ഇവിടെ മ്യാൻമറും ഇല്ല. സെറ്റല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞില്ല. എന്താണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം? എന്താണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം? ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ അടക്കമുള്ള 7 രാജ്യങ്ങൾ ഏഷ്യ വൻകരയിൽ അല്ലെങ്കിൽ ഭൂഖണ്ഡത്തിലാണെങ്കിലും ഏഷ്യയിലെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഈ 7 രാജ്യങ്ങൾ വ്യത്യസ്തമാണ്. ഇവരൊക്കെ സ്ഥിതി ചെയ്യുന്ന ഏഷ്യയിലാണെങ്കിലും ഏഷ്യ ഭൂഖണ്ഡത്തിലെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഈ 7 രാജ്യങ്ങൾ വ്യത്യസ്തമാണ്. എന്തൊക്കെ കാര്യത്തിൽ വ്യത്യസ്തമാണ്? കാലാവസ്ഥയുടെ കാര്യത്തിൽ വ്യത്യസ്തമാണ്,
അല്ലെ? ഭൂപ്രകൃതിയുടെ കാര്യത്തിൽ ഇപ്പൊ നിങ്ങൾ ഏഷ്യയിലെ ഏതെങ്കിലും ഒരു രാജ്യം എടുത്തേ, ജപ്പാനോ റഷ്യയോ, ഒക്കെ റഷ്യ എടുക്കുക. റഷ്യയിലെ കാലാവസ്ഥയാണോ ഇന്ത്യയില്? അല്ല. അതേസമയം ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും നേപ്പാളിന്റെയും ഭൂട്ടാന്റെയും ബംഗ്ലാദേശിന്റെയും ശ്രീലങ്കയുടെ ഒക്കെ കാലാവസ്ഥ ഏകദേശം ഒരുപോലെയല്ലേ? റഷ്യയുടെ ആയിട്ട് നല്ല മാറ്റമുണ്ട്, പക്ഷെ ഈ 7 രാജ്യങ്ങളിൽ ഒരേപോലുള്ള കാലാവസ്ഥയാണ്. ഭൂപ്രകൃതി റഷ്യയിലെ ഭൂപ്രകൃതിയാണോ ഇന്ത്യയില്? പക്ഷെ ഇന്ത്യയിലെ ഭൂപ്രകൃതിയല്ലേ പാകിസ്ഥാനില്? ആണ്. അപ്പൊ നമ്മളൊക്കെ ഒരു ഉപഭൂഖണ്ഡം, ഒരു പ്രത്യേക ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം. അപ്പൊ ഏഷ്യയിലെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ കാലാവസ്ഥ, ഭൂപ്രകൃതി, ഈവൻ മനുഷ്യർ, അല്ലെ? മനുഷ്യർ നമ്മുടെ എത്നിസിറ്റി നോക്കിക്കഴിഞ്ഞാ റഷ്യക്കാരെ പോലെയാണോ ഇന്ത്യക്കാര്? അല്ല. പക്ഷെ നമ്മളെ പോലെ തന്നെയല്ലേ ശ്രീലങ്കക്കാരും ബംഗ്ലാദേശികളും ഒക്കെ? യെസ്. അപ്പൊ ഇതിനെയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത്. തീർച്ചയായും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തുകൊണ്ടാണ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് ഇവിടെ വ്യത്യസ്തമായ കാലാവസ്ഥയും ഭൂപ്രകൃതിയും മനുഷ്യരെയൊക്കെ കാണുന്നത്? സിമ്പിൾ. ഒരൊറ്റ കാരണമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതം നമുക്ക് എവിടെയുണ്ട്? ഈ വടക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ പർവ്വതം ഉള്ളത് കൊണ്ടാണ് ഇന്ത്യയുടെ ഈ ഭാഗം, അല്ലെങ്കിൽ ഈ രാജ്യങ്ങളുടെയൊക്കെ ഈ ഭാഗത്ത് വ്യത്യസ്തമായിട്ടുള്ള ഈ കാര്യങ്ങൾ കാണാനുള്ള കാരണം ഹിമാലയ ഇവിടെ ഉള്ളത് കൊണ്ട്. ഏതായി പർവ്വതം? ഹിമാലയാണല്ലേ? ഹിമാലയവും മറ്റ് അതിന്റെ പേരുകൾ ഓരോ സ്ഥലത്തും മാറും എന്നേ ഉള്ളൂ. ഇപ്പൊ പാകിസ്ഥാനില് ഹിന്ദുക്കുഷ് സുലൈമാൻ എന്നാണ് പേര്. ഇന്ത്യയുടെ വടക്ക് ഭാഗം ഹിമാലയ എന്നാണ് അറിയപ്പെടുന്നത്. എനിവേ, ഹിമാലയ പർവ്വതമാണ് ഈ വ്യത്യസ്തമായിട്ടുള്ള കാലാവസ്ഥയ്ക്കും ഭൂപ്രകൃതിക്കൊക്കെ കാരണം. അല്ലെങ്കിൽ ചൈനയിൽ നിന്നും, അതായത് റഷ്യയുടെ സൈബീരിയൻ ഭാഗത്തു നിന്നൊക്കെ തണുത്ത കാറ്റ് ഇന്ത്യയിലേക്ക് അടിച്ച് ഇന്ത്യയുടെ കാലാവസ്ഥയും റഷ്യയെ പോലെ നല്ല തണുത്ത കാലാവസ്ഥയായി പോയനെ. മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് കാരണം. സോ നമ്മൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്താണ്, ഇവിടെയുള്ള രാജ്യങ്ങൾ എന്താണ്, എന്തുകൊണ്ട് ഇതിനെ ഉപഭൂഖണ്ഡം എന്ന് വിളിക്കുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഒരു ഭൂഖണ്ഡത്തിന് വേണ്ട എല്ലാ പ്രത്യേകതകളും നമ്മുടെ ഈ ഒരു പ്രദേശത്ത് കാണുന്നുണ്ട്. ഏഷ്യയിലെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ കാലാവസ്ഥയും ഭൂപ്രകൃതിയൊക്കെ കാണുന്നുണ്ട്. അതാണ് കാരണം. ഓക്കെ, അപ്പോ തീർച്ചയായും നമുക്ക് അടുത്ത ഒരു സെഷനിൽ കാണാം. അപ്പൊ താങ്ക് യു സോ മച്ച്. യെസ്.